പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ്. കർത്താവേ, ഇന്നത്തെ ദിവസം അന്നു വേണ്ട ആഹാരം പോലെ ഈ പ്രാർത്ഥനയെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലി, നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ, നിന്റെ വരുമാന മാർഗങ്ങളുണ്ടാകുന്ന പിഴവുകൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഓരോ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട്. അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് പരീക്ഷ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതെല്ലാം ചെയ്യുന്നവരെ ഈശോനാമത്തിൽ ഇന്നത്തെ ദിവസം ആശീർവദിക്കുന്നു. കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എന്തിൻ്റെയും ആകാം, പരീക്ഷയുടേതാകാം, തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം, തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം, ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് കർഷകരെ ഞാൻ ആശീർവദിക്കുന്നു. കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുണ്ട്, ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട്. ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട്, ദോഷമുള്ളവരുണ്ട്. അതെന്ത് തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരുണ്ട്. അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ. ഗുണമായാലും ദോഷവും അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ ചിന്തകൾക്ക് കൃത്യമായി മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാടക കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കത് കിട്ടാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ
3 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു, തുടങ്ങാൻ കഴിയൂ, ആരെങ്കിലും പാട്ടത്തിനെങ്കിലും തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവർ നടക്കുന്നുണ്ട്. ഈശോയെ അവരുടെ സംഭവങ്ങൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പാട്ടം നടത്തിയിട്ടും തോറ്റുപോയവരുണ്ട്, കൃഷി ചെയ്ത് തോറ്റുപോയവരുണ്ട്, നഷ്ടം വന്നു പോയവരുണ്ട്. ഈശോയെ അവർക്ക് ഒഴിയാൻ പറ്റുന്നില്ല, പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല, അവരാകപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാതെ തലപ്പെരുപ്പത്തോടെ വേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്. അവരെ എൻ്റെ ഈ 39 കൊല്ലത്തെ കുർബാനയുടെ ശക്തിയാൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവരിന്ന് വിടുവിക്കണം കർത്താവെ. ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിൽ തീരുമാനമുണ്ടായി അവരെ ആശ്വസിച്ച് സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തോടെ ഉറങ്ങാൻ ഇടയാക്കണം. ഈശോയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്തതിൻ്റെ പേരിൽ ആദ്യ പിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവ് വേണ്ടെന്ന് ഡോക്ടർ പറയാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഏതെല്ലാം വ്യക്തികളെ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ, സങ്കടപ്പെടുന്നുവോ, ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നു വിചാരിച്ചുവോ അവർക്കെല്ലാം മാതാവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ സഹായിക്കും, നിൻ്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം പറയാൻ നിന്നെ സഹായിക്കും. നിത്യപിതാപുത്രനും പരിശുദ്ധമായ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ. ഈ ധൂർത്തപുത്രൻ്റെ കഥ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ? അപ്പം കൊടുക്കുന്നത് ഒന്ന് ചെരുപ്പ് കൊടുക്കും, പിന്നെ എന്താണ് മോതിരം, പിന്നെ എന്താണ് വസ്ത്രം, 3 കാര്യം കൊടുക്കും. അപ്പോൾ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അവൻ മകനായിരുന്നു, അടിമകൾക്കാണ് ചെരുപ്പില്ലാത്തത്, മോതിരമില്ലാത്തത്, മകനും അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് അയാളെ തിരിച്ച് വിളിച്ചു എന്നാണ് പശ്ചാത്താപത്തിൻ്റെ അകത്ത് കമൻട്രീസൊക്കെ പറയേണ്ടത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരുപാടത്തും ഇല്ലാത്ത സംഭവം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു. മേൽത്തരം വസ്ത്രം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു. അത് കാര്യം ഈശോ കൈകാര്യം ചെയ്യുന്ന ആരെയാണ്? ആരാണ്ടൊരുത്തൻ അപ്പനോട് ഇടിവെച്ചിട്ട് വസ്തു മേടിച്ചിട്ട് പോയ കാര്യമല്ല ഈശോ പറയണതേ. ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ? സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് എന്താണ്? അനുദപിക്കുന്ന പാപിക്ക് കിട്ടിക്കുന്ന ഹെവൻലി സ്റ്റാറ്റസാണ്. അതെന്താ? കൃപയാണ്. അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത്. അപ്പോൾ ഞാൻ അവരുടെ ആൾക്കാരോട് പറഞ്ഞ് ഈ മേൽത്തര വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയ മേൽത്തര വസ്ത്രം എന്ന് വായിച്ചു നോക്കിയത്. ലൂക്കാ 15:22. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേൻ. വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞാൽ മതിയേ, അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആഡംബരത്തോടെയാണ് ഈ അപ്പൻ സ്വീകരിക്കുന്നത്. നിന്റെ പശ്ചാത്താപം ദൈവരാജ്യത്തിൽ നിന്നെ പരമപിതാവ് സ്വീകരിക്കുന്ന ആഡംബരത്തോടെയാണ്. എന്താ കാര്യം? യു ഗോട്ട് ദ റിട്ടൈൻ ദ ഹെവൻലി സ്റ്റാറ്റസ്. നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത്. ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിച്ചെന്ന് പറയല്ലേ. അതാണ് ആ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു കിട്ടുന്നതുകൊണ്ടാണ്. പശ്ചാത്താപത്തിൽ നമുക്ക് പാപക്ഷമം മാത്രമല്ല, ഈ കുമ്പസാരത്തെ ഉന്നതമായ ഒരു കൂദാശയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ്? അതിനകത്ത് നഷ്ടപ്പെട്ട പാപക്ഷമം മാത്രം നമുക്ക് ലഭിക്കുന്നത്, മേൽത്തരം കൃപയും ലഭിക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ യാക്കോബ് 4:5 വായിച്ചേ. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ യാക്കോബിന് കിട്ടിയ ഇതിനോടുള്ള ഇതിന്റെ ബേസ്മെന്റ് വചനങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്, പക്ഷെ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ബൈബിള്. പക്ഷെ ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോടും പാപ പരിഹാരത്തോടും ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക്, അപ്പോഴാണ് ഈ ആത്മാവ് സബ്ലിമേറ്റ് ആകുന്നത്. അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ എനിക്ക് പകരക്കാരായി മരിച്ചു, ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകണത്. ആ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരം ആത്മാവ്.
അതാണ് ദൈവം അസൂയയോടെ അഭിലഷിക്കണത്. അതിന് താഴെയുള്ള വചനം വായിച്ചാൽ മനസ്സിലാക്കും കൃപയാണ് ഉദ്ദേശിക്കണമെന്ന്. മേൽത്തര വസ്ത്രങ്ങൾക്ക് യാക്കോബ് 4:6 അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അതായത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തപിക്കുന്ന എളിമയുള്ളവരാണ്. ഞാൻ പാപിയൊന്നുമില്ല, ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല. അഹങ്കാരികളാണ്. അതാണ് കൃപ. അഹങ്കാരികളുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ കൃപ ലഭിക്കത്തില്ല. കാര്യം എന്താ? കൃപ എളിമപ്പെട്ടവൻ ക്രൂശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് അപ്പൻ്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിനും നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ധൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത്. കൃപാവസ്ത്രമാണ്. അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിച്ചെന്നൊക്കെ പറയത്തില്ല, ബൈബിൾ പറയത്തില്ല. വെളിപാട് 6:11 വായിച്ചേ. അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. വെള്ള വസ്ത്രം നൽകപ്പെട്ടു. അപ്പോൾ നൽകപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ട്. മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതിന് കൃപയാണല്ലോ നഷ്ടപ്പെട്ടത്. ആ പഴയ ഹെവൻലി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. ധൂർത്തപുത്രൻ്റെ കഥ അവസാനിക്കണത് എങ്ങനെയാണ്? അതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 15:7. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോഴേ ഈ പെർസ്പെക്റ്റീവിലാണ് ധൂർത്തപുത്രന്റെ കഥ ഈശോ തുടങ്ങുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നത്. മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത്. ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ്. അപ്പോൾ പശ്ചാത്താപം നമുക്ക് നൽകണത്, പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ, പൂർണ്ണ മനസ്താപമുണ്ട്, ഭാഗിക മനസ്താപമുണ്ട്. നമ്മൾ ഈ നോൻപ് കാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താപമാണ്, പൂർണ്ണ മനസ്താപമല്ല. കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്താ കാര്യം? പൂർണ്ണ മനസ്താപം എന്ന് പറയുമ്പോൾ മേലിൽ പാപം ചെയ്യരുത്തില്ല, ആ സാധനം ആവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് മേലിൽ പാപം ചെയ്യരുത്. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ പൂർണ്ണ മനസ്താപത്തിനകത്ത് വരുന്നതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം. കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ. സഖ്യവൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ, ധൂർത്തപുത്രനും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ. ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ്. അപ്പം പരമാവധി അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നത്. യു ഗോട്ട് എ പോയിന്റ്. ഈ ദിവസങ്ങളിൽ മിനി രാജൻ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം ഉണ്ടായി. അത് ഭയങ്കര, അത് അക്രൈസ്തവ സാക്ഷ്യമാണ്. നമുക്കറിയാമല്ലോ 50-50 ആൾക്കാർ സാക്ഷ്യം പറയണത്. ഉടമ്പടിയിൽ അമ്മ ആർക്കും ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആർക്കും പക്ഷഭേദമില്ല. മിനി രാജൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനി രാജൻ എന്ന് വരുമ്പോൾ അവരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഒരു മകനുണ്ട്, മകന് പൊക്കമില്ല. അവളൊരു പൂക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കമില്ലാത്ത അപ്പോൾ ഭയങ്കര സങ്കടമാണ്. പൊക്കമില്ല, സംസാരിക്കത്തില്ല. മകനുണ്ട്, സംസാരിക്കത്തില്ല. അപ്പോൾ സംസാരിക്കാത്ത മകന് ജീവിത പങ്കാളി കിട്ടണ ഭയങ്കര പാടല്ലേ. അപ്പം മിനി രാജൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ, ഇതാണല്ലോ അവളുടെ ഉത്കണ്ഠ, ഇതാണല്ലോ. അപ്പോൾ അമ്മ ഒരു ദർശനം കാണിക്കും. എന്താണ്? ഒരു മണ്ഡപം. ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസൊക്കെ മണ്ഡപമില്ലേ ഉള്ളത്, ഞങ്ങൾക്ക് ആൾത്താരം ഉള്ളതുപോലെ മണ്ഡപം കാണിക്കും. മണ്ഡപത്തിൽ മാല ഇട്ടുകൊണ്ട് ഇവൻ്റെ മകൻ നിൽക്കും. അമ്മ കാണിക്കുന്നത് സ്വപ്നമാണ്. അപ്പോൾ എന്നിട്ട് ഒരു ജീവിത പങ്കാളിയെ കാണിക്കും. അവൾ മാലയിട്ട് നിൽക്കും. അപ്പോൾ മനസ്സിലാവും ഇത് അമ്മ കാണിച്ചു. അപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം അമ്മ ഏറ്റെടുത്തത് മനസ്സിലാകും. അവൾക്ക് മനസ്സിലായല്ല. ചെറുക്കൻ പെണ്ണും കൂടി മാലയിട്ട് മണ്ഡപത്തിൽ നിൽക്കണേ, അത് കല്യാണമാണ്. അപ്പോഴേ ഇവൾക്ക് തോന്നും, ഇത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈ വിഷയം എനിക്കിങ്ങനെ കല്യാണ വിഷയമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഇങ്ങനെ സ്വപ്നം കണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ അടുത്ത ദിവസം തന്നെ കല്യാണം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ കാണിച്ച് അതുപോലെ നടന്നു കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ലുക്കുണ്ട്. എന്താണ്? ഒരു സംസാരിക്കാത്ത ജീവിത പങ്കാളിത്തം തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോഴവർക്കൊരു പ്രശ്നം ഉണ്ടാകും.
അപ്പോൾ അവർ എഡ്വിൻ എന്ന് പറഞ്ഞവരോട് സെയിൽസ് ടാക്സ് ഓഫീസറാണ്. ഈ പൂക്കടയിൽ ചെന്നപ്പോൾ ഇവളോട് പറഞ്ഞത് നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ അവൾ ഉടമ്പടി എടുത്താണ് കല്യാണം നടന്നത്. അപ്പോൾ എഡ്വിൻ സാറിനോട് പറഞ്ഞ് ഇവള് മിന്നി രാജൻ പറയും, സാറേ ഇനി പിള്ളേരുണ്ടാകുമ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും സംസാരിക്കാൻ കഴിവില്ലല്ലോ, അപ്പോൾ മക്കൾക്ക് സംസാരിക്കാൻ ഇനി മക്കൾക്കും സംസാരിക്കാൻ കഴിവില്ല വന്നാൽ എന്ത് ചെയ്യും, അതെൻ്റെ വലിയ ദുഃഖമാണെന്ന് പറയും. അപ്പോൾ ഉടനെ എഡ്വിൻ സാർ പറയും, എഡ്വിൻ സാർ ഒരു മെൻ്റർ മിഷണറിയാണ്. വെച്ചാൽ മിഷണറിയാണ്, പക്ഷെ മെൻ്റർ. അത് എഡ്വിൻ സാർ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകന് ജനിക്കാൻ പോണ കുഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറയാമെന്ന് പറയും. അതാണ് മെൻ്റർ മിഷണറി എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ മെൻ്റർ മിഷണറിമാരുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്കൊക്കെ ദൈവം നിത്യസമാനം വെച്ചിരിക്കുന്നത് ഭയങ്കരമായിരിക്കും. അത് കഴിഞ്ഞാൽ അവർ ദൈവത്തെ അറിയിക്കുക മാത്രമല്ല, അറിഞ്ഞവരുടെ ഉത്തരവാദിത്തങ്ങൾ വഴി അറിഞ്ഞവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തുമാത്രം ആൾക്കാർ സുവിശേഷ വേല ചെയ്യുന്നുണ്ട് ലോകത്ത് മുഴുവനും. അതുകൊണ്ടല്ലേ ഈ ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിച്ച് പോണത്. പക്ഷേ ആ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റായി, അവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് നല്ലവണ്ണം സംസാരിക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഞാൻ ഈ മിനി രാജൻ്റെ സാക്ഷ്യം നിങ്ങൾ പറയുമ്പോഴേ എന്തുകൊണ്ടാണ് ആ സാക്ഷ്യം പറയണത്? ഉടമ്പടി മഹത്തരമാണെന്ന് പറയാനല്ല. ഈ ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഇടിമിന്നൽ പോലെ ദൈവം ഇവരോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാരണങ്ങളുണ്ട്. കാരണം ഇവരുടെ നിലപാടാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ടോപ്പിക് അതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോമൺ നിലപാടുണ്ട്. മിനിരാജൻ പറഞ്ഞ അവസാനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഞാനിങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുക്കുകയല്ല ചെയ്യണത്. ഞാൻ ഈ ഉടമ്പടി അങ്ങോട്ട് ജീവിക്കുകയാണ് എൻ്റെ മരണം വരെ. എനിക്ക് വേണ്ടത് നിത്യതയാണെന്ന്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഇതാണ് വിഷയം. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളെ ഉടമ്പടി നമ്മളുടെ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. 15 ആൾക്കാരും 80% ആൾക്കാർ ആ കാര്യം കണ്ടു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങൾക്കും അതിനോട് അതെന്താ പ്രശ്നം? ഉടമ്പടി എടുത്ത അമ്മ 90 ദിവസം എന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാർ ആ പ്രത്യേക അഭിഷേകം കൊടുത്ത കിട്ടിയ ആൾക്കാരാണ് പ്രത്യേക അത് പുതുക്കിയിട്ട് അത് ഒരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ ചാര ഉടമ്പടിയൊക്കെ ആയത്. അമ്മയുടെ സിൽവർ ഗ്രേ ഉടമ്പടി ഉണ്ടല്ലോ, സിൽവർ ഗ്രേ ഉടമ്പടിയൊക്കെ എന്ത് കാണാൻ രസമാണെന്ന് അറിയാതെ കാണാം. ആ പേപ്പർ തന്നെ അമ്മ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ് സിൽവർ ഗ്രേ. അതായത് അവരെ സംബന്ധിച്ച് അവിടെ ആവശ്യങ്ങളൊന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾ ദൈവം തന്നെയാണ്. ദൈവത്തെക്കാൾ വലിയ ആവശ്യം എന്താ? മനുഷ്യനെ. അതുകൊണ്ടാണ് ഈ മിനി രാജ ഇങ്ങനെ പറയണത്, ഞാനിതുകൊണ്ട് അവസാനിപ്പിക്കത്തില്ല, എനിക്ക് വേണ്ട നിത്യതയാണെന്ന്, ഞാൻ ഉടമ്പടി എൻ്റെ ജീവിതം തുടരുകയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതൊരു നിലപാടാണത്. അപ്പം ദൈവത്തിനറിയാം നിങ്ങൾ ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളറിയാം ഇത് തൽക്കാലത്തേക്ക് ഈ IELTS കൊണ്ട് അവസാനിപ്പിക്കുമോ, കല്യാണം കെട്ടണം കൊണ്ട് അവസാനിപ്പിക്കുമോ, കുഞ്ഞുണ്ടാകും കൊണ്ട് അവസാനിപ്പിക്കുമോ, വസ്തു വിൽക്കണം കൊണ്ട് അവസാനിപ്പിക്കുമോ, വിദേശത്ത് പോകണം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഇതിൻ്റെ ലൂപ്പ് ഹോളാണത്. നിങ്ങൾ നേരത്തെ ദൈവമായിട്ട് ഒരു ധാരണ എത്തിച്ചേരും. മാതാവേ, ഞങ്ങളെ ഇപ്പം എനിക്ക് വിഷയമുണ്ട്, ശരി, നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ജീവിക്കണത് ഇത് അന്ത്യം വരെ ദൈവത്തിൻ്റെ മകളായി ദൈവത്തിൻ്റെ മകനായി ജീവിക്കും. പറയുക, കർത്താവേ, ഞാൻ ഉടമ്പടി പ്രകാരം സാക്ഷിയായി വിശുദ്ധിയോടെ അന്ത്യം വരെ സാക്ഷിയായി ജീവിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ഉടമ്പടി എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ നിലപാട്, നയം, സമീപനം അതൊക്കെ അർത്ഥവത്തായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ഒത്തിരിയേറെ നമ്മളതിൻ്റെ നിലനിൽക്കും. ഇപ്പം മിനി രാജൻ പറഞ്ഞ എന്താണ്? എനിക്ക് നിത്യതയാണ് വേണ്ടതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല. കാരണം അത് പരിശുദ്ധാത്മാവ് അവളോട് പറയണതാണ്. നീ ഇത് നിൽക്കുക, നിനക്ക് ഞാൻ നിത്യത തരും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ സിൻസിയറായിട്ട് കണ്ടിട്ട്, സത്യസന്ധത കണ്ടിട്ട്, വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ കരുക്കൾ നീക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത നോട്ടാണത്. എന്താണ്? നിനക്ക് ഞാൻ നിത്യത അവകാശമാക്കി തരും, നീ നിലനിൽക്കാൻ പറയും, നീ നിൽക്കാൻ പറയും. കാര്യം ഒരു വിഷയം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നത്തിൻ്റെ മണം കെട്ടാൽ മതി, ദൈവം അവിടുന്ന് പോകത്തില്ല. ഒരു രോഗത്തിൻ്റെ അതായത് വിഷയം വെച്ചാൽ, അതായത് നമ്മളുടെ ഒരു കേമത്വമോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്വാഭാവികമായ സ്വത്വമെന്ന് പറയണത് പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതാണ്. അതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ ഹൃദയം അലിഞ്ഞു പോകും.
നമ്മുടെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹൃദയം അലിയും, മനസ്സലിഞ്ഞു പോകും. പണ്ട് അതായത് മനസ്സലിവ് ഈ ക്രിസ്തുവിൻ്റെ അവതാരത്തിന് ശേഷമാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഇത്രയും പ്രകടമായിരിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വെളിപാടുകളെല്ലാം അന്ന് തിന്മകൾ പെരുകിയത് കാരണം, മനുഷ്യരാശിക്ക് ദിശാബോധമില്ലാഞ്ഞത് കാരണം ദിശാബോധം കൊടുക്കാൻ വേണ്ടി കൽപ്പന അനുസരിച്ച് നടക്കാത്തവർക്ക് ശാസ്ത്രീയ ശിക്ഷയുമായിട്ട് ദൈവത്തിൻ്റെ റാത്ത് ഓഫ് ഗോഡാണ് ഉണ്ടായിരുന്നത്. ഈ റാത്ത് ഓഫ് ഗോഡ് ഒരു പവറാണ്. ഈ പവർ തന്നെയാണ് പുതിയ നിയമത്തെ കൺവേർട്ട് ചെയ്തിട്ട് ഹൃദയാലിവായിട്ടും കരുണയായിട്ടും മാറിയിരിക്കുന്നത്. അപ്പൊ കരുണയും ദൈവത്തിൻ്റെ ഒരു പവറാണ്. ശ്രദ്ധിക്കട്ടെ, നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ മേൽ കരുണ അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായ സങ്കടങ്ങളോട് റിസപ്റ്റിവിറ്റിയുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആര് പ്രാർത്ഥിച്ചാലും എന്ത് വിഷയമായാലും ദൈവം എന്ന് വിളിക്കുമ്പോൾ ഏത് മൈതാനത്ത് നിന്ന് വിളിച്ചാലും ദൈവം കേൾക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷെ നമുക്കങ്ങനെ മൈതാന ബന്ധമല്ല വേണ്ടത്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം മൈതാന ബന്ധമാണോ? അല്ല, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പനും മക്കളും തമ്മിലുള്ള ഗാർഹിക ബന്ധവും രക്തബന്ധവുമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു പൊതുബന്ധത്തെക്കാൾ ഉപരി സ്വകാര്യമായ ഗാർഹികമായ രക്തബന്ധത്തിലേക്ക് ആധ്യാത്മിക ജീവിതത്തെ നീ പുനഃക്രമീകരണം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ലൂക്ക 7:12. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അപ്പോഴ് മരിച്ചവനെ ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണിത്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് ആരും പ്രേയർ എടുത്തില്ല. പ്രേരിച്ചോ? ആ വിധവ കരഞ്ഞു പറഞ്ഞോ, കർത്താവ് എൻ്റെ മകനെ ഉയർപ്പിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഇത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടും കണ്ണുനീരിനോടും നേരിട്ട് ആരും പറയാതെയും ചോദിക്കാതെയും പ്രാർത്ഥിക്കാതെയും തന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്വഭാവമാണുള്ളത്. സ്വാഭാവികമായി അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിനുള്ളത്. ഇതാണ് മനസ്സലിവെന്ന് പറയുന്നത്. അപ്പം അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുക. അതേ പക്ഷേ ഇത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ എവിടെ ഇരുന്ന് പറഞ്ഞാലും ദൈവം കേൾക്കും, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. പിന്നെ നമ്മൾ എന്താണ് ഉടമ്പടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈതാന ബന്ധം പോരാതെ വരുമ്പോഴാണ് മനസ്സിലായത്. നമുക്കെന്താ വേണ്ടത്? ഒരു വ്യക്തിബന്ധമാണ് വേണ്ടത് ദൈവമായിട്ട്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവിന വിഷയത്തിന് ദൈവം ഇടപെട്ടിട്ട് ഒരു ഭൗതിക ആനുകൂല്യം കിട്ടിയിട്ട് ജീവിച്ചു പോണ താൽക്കാലിക ബന്ധമല്ല. നമുക്ക് വേണ്ട എന്താണ്? നിത്യതയുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വകാര്യ ബന്ധം ഉണ്ടാകണമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മുടെ സൽപ്രവൃത്തി ശുശ്രൂഷയൊക്കെ വരണത്. നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തിയാണ് ഉള്ളത്. മൈതാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് മുടക്കൊന്നുമില്ലല്ലോ. അപ്പം ദൈവമായിട്ട് നമുക്ക് സ്വകാര്യ ബന്ധം ഉണ്ടാകുന്നില്ല. നമുക്ക് ക്ലെയിമുമില്ല. എന്നാ ക്ലെയിം നമുക്കുണ്ട്? ഉടമ്പടിയിലാകുമ്പോൾ നമുക്ക് ക്ലെയിമുണ്ട്. നമുക്കറിയാം, ക്ലെയിം എന്ന് പറയുന്നത് മെരിറ്റാണ്. ഈ ദിവസങ്ങളിൽ ക്ലെയിം ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടാൻ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. ഡോക്ടർ ദേവിയുടെ സാക്ഷ്യം കിടപ്പുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഡോക്ടർ ദേവിയുടെ പ്രശ്നമുണ്ട്, അവർക്ക് ക്ലെയിം ഉണ്ട്. നല്ല 23 അവർ ഒരു ഫിസിയോളജി അതായത് ഹ്യൂമൻ ബോഡിയുടെ ഫിസിഷ്യനാണ് അവർ. പക്ഷേ അവർക്ക് അവർ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. എത്ര കൊല്ലമായി? 23 കൊല്ലം. 23 കൊല്ലം ഒരു കോളേജിൽ ഒരു ഡോക്ടർ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ഡോക്ടർ ദേവി
കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. 23 കൊല്ലം പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇത് ഇപ്പോഴും പെർമനൻ്റ് ആക്കിയിട്ടില്ല ആ കോളേജിൽ. അപ്പോഴവർ ആരോ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കും. ആരോ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരവിടെ പ്രിൻസിപ്പൾ വിളിക്കും. എന്താ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ കോളേജ് വല്ല നോട്ടം ഉണ്ടോ, അതോ ഈ കോളേജിൽ തന്നെ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ടോ ചോദിക്കും. അപ്പോൾ ഡോക്ടർ ദേവി പറയും, ഞാൻ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ട്, കോളേജിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് പറയും. പക്ഷേ എന്നിട്ട് ഉടനെ ഇവരെ പെർമനൻ്റ് ലെക്ചറാക്കി അവർ അപ്പോയിൻറ്റ് ചെയ്യും. 23 വർഷം നടക്കുന്നത് അതായത് 23 വർഷം ഗസ്റ്റ് ലെക്ചറാണ്. വന്നും പോയി പഠിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ ഡെയിലി വേജസ് പോലെ കിട്ടത്തുള്ളൂ ഗസ്റ്റ് ലെക്ചർമാർക്ക്. അപ്പം അതിൻ്റെ ശമ്പളം കിട്ടത്തില്ല. ഉടമ്പടി എടുത്ത ഉടനെ അതല്ല പ്രശ്നം. ഡോക്ടർ ദേവി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം തന്നെയാണ് അവിടെ പ്രിൻസിപ്പൽ മാനേജറൊക്കെ എൻ്റെ പഴയ ഹിസ്റ്ററി ചകഞ്ഞത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, മരിയൻ സൈൻ. എല്ലാത്തിനും ഒരു മരിയൻ സ്റ്റിഗ്മാത്ത ഉണ്ടാകും. അതായത് മരിയൻ അടയാളങ്ങൾ കാണും. അത് അമ്മ തന്നെ ചെയ്തു തന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അമ്മ അനുഗ്രഹിക്കത്തുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ മണിക്കൂറും അവർ എൻ്റെ പഴയ ഫയലുകൾ നോക്കി. ഫയൽ നോക്കിയപ്പോൾ ഇവർക്ക് റിമാർക്സ് ഒന്നുമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവരെയും മെറിറ്റുള്ള ആളാണ്. പക്ഷേ അവർക്ക് കൂടി താല്പര്യം വരണ്ടേ? അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലെയിം ഇല്ല. അത് അവർക്ക് കൂടി താല്പര്യം വേണം. ഇപ്പോൾ നമ്മൾ സഹകരണ സംഘത്തിലൊക്കെ പോയി പ്രൈവറ്റ് സംഘങ്ങളിലൊക്കെ ചെന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ബോർഡൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം. മെറിറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തോടുകൂടി അമ്മ പഴയ ഫയലെല്ലാം എടുപ്പിച്ചിട്ട് ഈ ആളെ മാർക്ക് ചെയ്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് വേണമെങ്കിൽ അമ്മ നേരിട്ട് പോയി ഫയൽ എടുത്ത് കളയും. അങ്ങനെയാണ് ഇപ്പോൾ അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്ന് അവരെ ദിവസങ്ങൾക്കുള്ളിൽ അവരെ പെർമനൻ്റായിട്ട് അവരെ അതിൽ അപ്പോയിൻറ്റ് ചെയ്യും. അവർ പറയും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അവർ പറയുന്ന സാക്ഷ്യം, അവർ ഇൻ്റലിജൻ്റ് ലേഡിയാണ്, അവരൊരു ലേണൽ ലേഡിയാണ്. അവരെ ഉടമ്പടിയെ സമീപിക്കുന്ന രീതി കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഇൻ്റലിജൻ്റ്? ഇപ്പോൾ അവരുടെ കയ്യിൽ തന്നെ കയ്യിൽ ഭയങ്കര വർഷങ്ങൾ പഴക്കമുള്ള ഒരു പരുവുണ്ട്. അതിങ്ങനെ പഴുത്തും നീര് വന്നും ഒക്കെ ഇരിക്കുകയാണ്. പഴുത്തും നീര് പലതരത്തിൽ ഓയിൻമെൻറ്റ്സൊക്കെ അവിടെ പേട്ടറുണ്ട്. പക്ഷെ പിന്നെയും പഴുക്കും, പിന്നെയും നീര് വരും, കൈ വണ്ണച്ചിരിക്കും, പിന്നെ കുഴിനകം പോലെ ഇപ്പോൾ അത് അവസാനത്തിൽ അവർ ഇതെടുത്തിട്ട് ഉടമ്പടി തൈലമെടുത്ത വിശ്വപ്രമാണം ചൊല്ലി ആ കുഴിനകത്ത് ഡോക്ടറാണെന്ന് വിചാരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, അമ്മ ഈ വിമർശനങ്ങൾ ആൾക്കാരെ പുറത്ത് ബുദ്ധിബോധം ഇല്ലാത്തവൻ കാര്യമറിയാതെ അനുഭവജ്ഞാനമില്ലാതെ എന്തൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി അടയാളങ്ങൾ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട് അമ്മ ഇവിടെ ചെയ്യിച്ച് മാറ്റുന്നുണ്ട്. അത് തന്നെ ഓർക്കണം. ഇത് സംഗതി ഇവിടെ ചെന്ന് ഈ അടുത്ത കാലത്ത് ഇതുകൊണ്ട് അവസാനിക്കത്തില്ല. ഇത് അമ്മയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയക്കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവരെ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് ക്രൈസ്തവരായാലും ശരി, അക്രൈസ്തവരായാലും ശരി, ആരായാലും ശരി, ഡോക്ടറായാലും ശരി, പഠനം ഇല്ലാത്തവരായാലും ശരി, ആർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവോ അവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണും. കൈയിട്ടിച്ച് അതായത് എൻ്റെ പ്രോബ്ലം, നമ്മൾ ബൈബിളിലൊരു കഥയില്ലേ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉടമ്പടിയുടെ നയം, നിലപാട്, സമീപനമാണ്. നിങ്ങൾ ഉടമ്പടിയോട് കാര്യമാത്ര പ്രസിദ്ധമായ ഒരു പ്രഗ്മാറ്റിക് ആയിട്ടുള്ള യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് മാത്രമുള്ള ഉദ്ദേശമാണ്. ആ വിഷയത്തിൽ ദൈവമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിതിനെ എപ്പോഴും ഫ്ലഷായിട്ട് എവർഗ്രീൻ ഫുൾ ഓഫ് സാപ്പായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാകണം. നിത്യതയെക്കുറിച്ച്. കാര്യം ഇത് 90 ദിവസം കൊണ്ട് അവസാനിക്കണമല്ല. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാൻ വിശുദ്ധിയിലും ബൈബിൾ വായനയിലും അതുപോലെ തന്നെ രോഗികളെ കാണുന്നതിലും പരസ്യക ഉപപ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിക്കൊണ്ട് ദൈവമായിട്ടൊരു നിത്യ ഉടമ്പടി ജീവിക്കുമെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുത്താൽ ഉടമ്പടി ഇങ്ങനെ പുഷ്കലമായി അങ്ങനെ നിന്നോളും. അതായത് വളരെ എവർഗ്രീനായിട്ട് നിൽക്കും. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് കുറച്ച് വരണ്ടു പോകാനുള്ള കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോട്ട് വായും ബൈബിൾ അരമണിക്കൂർ വായിക്കാനുള്ള 10 മിനിറ്റായിട്ട് വായിച്ചു, പിന്നെ 5 മിനിറ്റായിട്ട് വായിച്ചു, പിന്നെ വായിക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ എല്ലാം പറയണത് നിങ്ങളുടെ വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ, ദൈവത്തിന് താല്പര്യമില്ലെന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തോട് താല്പര്യമില്ല, നിങ്ങളുടെ വിഷയത്തോട് മാത്രമേ. ഇതൊരു അപകടമാണ്. ഇതിനെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും വേദനയും രോഗവും പട്ടിണിയും കടപ്പാടും കഷ്ടപ്പാടും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളോടും കറക്റ്റായിട്ട് ഈസി ആയിട്ട്
സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയം പ്രേരിതമായിട്ട് ആക്ടിവിറ്റി ചെയ്യും. അതാണ് നമ്മൾ ഈ വിധവയുടെ മകനെ കാണുമ്പോൾ അവൻ്റെ അമ്മ വിധവയാണ്, ഭർത്താവ് മരിച്ചതെന്ന് കർത്താവിനറിയാം. അവൻ യുവാവാണ്, അവന് ജീവിതം ഉണ്ടെന്നറിയാം ഇനിയും. അതുപോലെ തന്നെ ഇവനക്ക് വേല എടുത്ത് കൊടുക്കാൻ അവൻ മാത്രമേ ഉള്ളെന്നറിയാം. ഇങ്ങനെ കുറേ ഹ്യൂമൻ ഗ്രൗണ്ട് ഓഫ് റീസൺസ് ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രാർത്ഥിക്കാതെ അവൻ്റെ മേൽ ഇടപെട്ടത്. അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. പക്ഷേ ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്താ മാർഗം? ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള മാർഗം നമ്മൾക്കും ആ ദൈവത്തോടുള്ള അടുപ്പവും അതുപോലെ തന്നെ ആത്മബന്ധവും ഒരു താൽക്കാലികമായ അവസ്ഥയിൽ നിലനിർത്താതെ ദൈവം ഉള്ളിടത്തോളം കാലം, നമ്മുടെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ദൈവം നമ്മളെ അഡ്രസ്സ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണെന്ന ബോധ്യത്തിൽ ദൈവ സ്നേഹത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുത്താൽ, ഇപ്പോൾ തന്നെ ഞാൻ ചെന്നതോർക്കുകയും ഇപ്പോൾ 10 താലന്ത് കൊടുത്ത ആൾക്കാരുണ്ട് ബൈബിളിൽ, 2 താലന്ത് കിട്ടിയ ആൾക്കാരുണ്ട്. ടെക്സ്റ്റ് ബൈഡ് ഓഫ് ഗോഡ് 25 18 1 താലന്ത് കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കൊടുത്തത്? എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറയല്ലേ? ദിസ് മൈ ക്വസ്റ്റ്യൻ, മൈ പ്രൈവറ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്വകാര്യ ചോദ്യമാണ്. കർത്താവിൻ്റെ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനുഭവമാണല്ലോ കഥയായിട്ട് മാറണത്. എന്താ കഥയിൽ പറഞ്ഞിരിക്കുന്നത്? മത്തായി 25 അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 25:14 മുതൽ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. ദൈവരാജ്യത്തെ കുറിച്ച് പറയണതാണ്. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പോൾ താലന്ത് പറഞ്ഞ സ്വർണ്ണ നാണയമാണ്. ഒരുത്തിന് എന്ത് കൊടുത്ത്? ഒരുത്തിന് 5, വേറൊരുത്തിന് 2, വേറൊരുത്തിന്. എങ്ങനെയാണ്? കഴിവനുസരിച്ചാണ്. സിവിൽ പോയിന്റ് നോക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബാങ്കുകാർ പറയുന്ന സിവിൽ പോയിന്റ് ഇല്ലേ, എന്നിട്ട് തിരിച്ചടക്കാനുള്ള കഴിവേ. തിരിച്ചടക്കണത് ഭയങ്കര പ്രശ്നമാണ്. ബാങ്കിൽ മാത്രമല്ല, ദൈവത്തിലും തിരിച്ചടവിന് പ്രശ്നം. സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചടവുണ്ടോ ഇല്ലയെന്ന് നോക്കും ദൈവം. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ്, റീഫണ്ടിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ദൈവം അനുഗ്രഹം കൊടുക്കണത്. ഈ ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഫണ്ടിങ് കപ്പാസിറ്റി കൂട്ടും. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷയം ബൈബിൾ എടുത്ത് വായിക്കുന്നതിനേക്കാളും ഇത് ക്ലെയിം ഉള്ളത് എന്താണ്? നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? അനുഗ്രഹം തരിക മാത്രമല്ല, ദൈവം തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്ന അനുഗ്രഹത്തിൻ്റെ ഇരട്ടി തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അതിലാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എന്ന് പറയണത്. വചനം എത്രയാണത്? 25:15. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 3 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. അവസാനം 1 താലന്ത് കിട്ടിയവർ എന്നാ ചെയ്തിരിക്കണത്? മത്തായി 25:18. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ. മത്തായി 25:18. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഈ കക്ഷിക്ക് അറിയാവുന്ന കാര്യം ഇതാണ് ആകപ്പാടെയുള്ളത്. വേറെ ഒരു പരിപാടി അറിയത്തില്ല. എന്നിട്ട് മാറിക്കിടന്ന് മൂക്കറ്റം തിന്നിട്ട് ഉറങ്ങും. അത്രേ ഉള്ളൂ. കുഴിച്ചിടുന്ന പാർട്ടിയാണ്. അതായത് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ കുഴിച്ചിടുന്ന ക്രിസ്ത്യാനികളെ കിട്ടിക്കഴിഞ്ഞാൽ ദൈവം അവനെ പിടിച്ച് കുഴിച്ചിടാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞത്? ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടിയ അനുഗ്രഹത്തെ അത് ഇരട്ടിപ്പിക്കാൻ നോക്കണം. ഇത് അനുഗ്രഹമായാലും സൽപ്രവൃത്തി ആയാലും ദൈവം ഇരട്ടിയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ച്. അതുകൊണ്ട് ഈശോയുടെ രീതിയെല്ലാം അങ്ങനെയാണ്. 1 മൈൽ പോകാൻ പറഞ്ഞാൽ 2 മൈൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തരുന്നതിൻ്റെ പകുതിയാണ് ചെയ്യണത്. അത് ആ കുഴിച്ചിടുന്ന പാർട്ടിയെ പോലെ വരും. അതാണ് വരാൻ പറയുന്നത്. പല ആൾക്കാരുടെ ഉടമ്പടി ക്രാക്കാകാത്തതിൻ്റെ കാരണം ഇതുപോലെ കുഴിച്ചിടൽ പാർട്ടികളായതുകൊണ്ടാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിവനുസരിച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കണത്. ആർക്കാണ് കൂടുതൽ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ അതനുസരിച്ച് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കാനോ കഴിയുന്നവന് ദൈവം ഇരട്ടി കൊടുക്കും. ഭൗതിക ആനുകൂല്യം മാത്രമല്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ദൈവിക കൃപയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിത്യമഹത്വത്തിന് ഉതകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഒരു കാരണം മാന്യം കൂടാതെ, സൽപ്രവർത്തികളിൽ മാന്യം കൂടാതെ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാം. അത് സമ്മർദ്ദമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ഇതൊന്നും നടക്കത്തില്ല. ഉടമ്പടിത്തിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട്
നിങ്ങളുടെ പരിപാടിക്ക് പോകുകയുള്ളൂ, ഒരു രോഗിയെ പോലും പോയി കാണത്തില്ല, ഒരു പത്രം പോലും കൊടുക്കത്തില്ല എന്നെല്ലാം ദൈവത്തിന് അറിയാവുന്ന കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ആ കുഴിച്ചിടുന്ന പാർട്ടിയോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ചോദിച്ചേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക, ഉള്ളവന് നൽകപ്പെടും. ദുഷ്ടനും മടിയനുമായ ഭൃത്യയിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരെ ചൊവ്വേ കാണുന്ന വിഷയങ്ങളാണ്. പല ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് പകുതി കിട്ടി കളഞ്ഞില്ലേ? പകുതി കിട്ടി കളഞ്ഞവരൊക്കെ ഇത് കേൾക്കുമ്പോൾ തിരിച്ച് അനേകം ആയിരക്കണക്കിന് ആൾക്കാരാണ് ആദ്യ കാലങ്ങളിൽ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് കാര്യം മനസ്സിലാകാതെ കുറച്ച് ചെയ്യാതെ പോണത്. അവർ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി എടുത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഉടമ്പടി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് പുതുക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകണത്. വെച്ചാൽ നമ്മളെ കൃത്യം സത്യസന്ധരാണെങ്കിൽ അല്ലെങ്കിൽ ദുഷ്ടനും മടിയനുമായ ഭൃത്യ എന്നല്ലേ വിളിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലുള്ള സൽപ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യണം. ഇപ്പോൾ തന്നെ എഡ്വി സാറിൻ്റെ സാക്ഷ്യം മിനി രാജൻ എന്താ പറയണത്? സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ എങ്ങനെയാണ് സാറേ ആലപ്പുഴ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം, വണ്ടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെന്നില്ല. കണ്ടില്ലേ? അതൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇനി അവളോട് ചോദിക്കും ഇനി ഈ സംസാരിക്കാതെ അപ്പനും അമ്മയും സംസാരിക്കാത്ത ആളാണെങ്കിൽ മക്കളെ ഇനി ഊമ്പരായി കഴിഞ്ഞാൽ ജനിച്ചാൽ എന്ത് ചെയ്യും സാറേ? അത് കുഴപ്പമില്ലേ, ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകൻ്റെ കാര്യം കൂടി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് മെൻഡർ എന്ന് പറയണത്. ഇതുപോലെ കൊടുത്തവൻ അത് ഇരട്ടിയാക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ.